തൃശൂർ ജില്ലാ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോര് രൂക്ഷമായി. ഒല്ലൂർ മണ്ഡലത്തിലെ മുൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടംകണ്ടത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയതോടെ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നത വീണ്ടും പരസ്യമായി. സംഘടന ശക്തിപ്പെടുത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമങ്ങൾക്കിടെയാണ് തൃശൂർ ജില്ലാ കോൺഗ്രസിന്റെ ആഭ്യന്തര ഭിന്നത വീണ്ടും പരസ്യമായത്. ഒല്ലൂർ മണ്ഡലത്തിൽ തുടർന്നും സജീവമായി പ്രവർത്തിക്കുന്ന മുൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടംകണ്ടത്തിന്റെ പ്രവർത്തനങ്ങൾ സംഘടന അച്ചടക്കത്തിന് വിരുദ്ധമാണെന്നും ഗ്രൂപ്പിസത്തിന് വഴിവെക്കുന്നതാണെന്നും ആരോപിച്ച് DCC ഭാരവാഹികളും 2 ബ്ലോക്ക് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകി. വ്യക്തിപരമായ പരാമർശങ്ങളും പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ പരാതിയിൽ ഒപ്പുവെച്ച ചില നേതാക്കൾ അതിന്റെ പൂർണ്ണ ഉള്ളടക്കം അറിയാതെയാണ് സംഘടനാപരമായ ആവശ്യങ്ങൾക്കായി ഒപ്പിട്ടതെന്നാണ് പ്രതികരിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഒല്ലൂർ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഷാജി ജെ കോടംകണ്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി ചിലരുടെ ഗ്രൂപ്പ് താൽപര്യങ്ങളുടെ ഭാഗമാണെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആരംഭിച്ച ആഭ്യന്തര ഭിന്നത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുകയാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റു ജില്ലകളിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തിയപ്പോൾ തൃശൂരിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ DCC നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും ഷാജി ജെ കോടംകണ്ടത്ത് നേരത്തെ വിമർശിച്ചിരുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് പരാതിയും നൽകിയിരുന്നു. സമാന ആവശ്യങ്ങളുമായി മറ്റു നേതാക്കളും രംഗത്തെത്തിയിരുന്നു. അടുത്തിടെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് DCC ഓഫീസിൽ പ്രതിഷേധമുണ്ടായതും പ്രസിഡന്റിന്റെ കോലം കത്തിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതും പാർട്ടിയിലെ ഭിന്നത കൂടുതൽ പ്രകടമാക്കിയിരുന്നു. മന്ത്രി OJ ജനീഷിനെ DCC നേതൃത്വം അവഗണിക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരുന്നു. ഷാജി ജെ കോടംകണ്ടത്തിനെതിരായ പരാതിയിൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളിൽ ചർച്ച നടത്താതെ MLA ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്, 1000-ഓളം പേരെ പങ്കെടുപ്പിച്ച് വിരുന്നൊരുക്കിയത്, ഒല്ലൂരിൽ ക്യാമ്പ് നടത്തി ഭാരവാഹികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്, പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തിയത്, അനുമതിയില്ലാതെ നോട്ടീസുകളിൽ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിയതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഷാജി ജെ കോടംകണ്ടത്ത് പ്രതികരിച്ചു. പരാതിയിൽ ഒപ്പുവെച്ച പല നേതാക്കളും താൻ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവരാണെന്നും ഗ്രൂപ്പിസത്തിന്റെ പേരിൽ തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന NGOയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മറ്റ് സഹായങ്ങളും വിതരണം ചെയ്തതാണെന്നും DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കുന്നുവെന്ന വാർത്തകളാണ് ഇത്തരം പരാതികൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. DCC പ്രസിഡന്റ് പദവിയിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നും ഷാജി ജെ കോടംകണ്ടത്ത് വ്യക്തമാക്കി. മീഡിയ ടൈം, തൃശൂർ.